നിജിക നിങ്ങൾക്കൊരു വർക്ക് എന്ന് ഞങ്ങൾ എത്ര സമയം കൊണ്ട് തീർത്തരും? വാ ഇരിക്കേ, ഞാൻ ഫുള്ള് ഡീറ്റെയിലായി പറഞ്ഞുതരാം. അതായത് 3 സ്റ്റേജസ് അതിലുള്ളത്. ഒന്ന് ഡിസൈൻ സ്റ്റേജ് ഉണ്ട്, ഒന്ന് സിലിണ്ടർ മേക്കിംഗ് സ്റ്റേജ് ഉണ്ട്, ഒന്ന് പ്രിൻറ്റിങ് സ്റ്റേജ് ഉണ്ട്. ഓക്കെ, അതിൽ മെയിൻലി നിങ്ങളത് എല്ലാം റെഡിയാണ്. ഡിസൈനിങ് റെഡിയാണ്, അതുപോലെ തന്നെ നിങ്ങളെ പ്രൊഡക്റ്റിൻ്റെ മറ്റു കാര്യങ്ങളെല്ലാം റെഡിയാണ്. ആ ഡിസ്കഷനൊക്കെ കഴിഞ്ഞ ശേഷം 1-2 മണിക്കൂർ മാക്സിമം ജസ്റ്റ് ക്രോസ് ചെക്ക് ചെയ്യാൻ. കാരണം വെച്ചാൽ ഏത് മെറ്റീരിയലാണ് യൂസ് ചെയ്യണത്, 3 ലെയർ വേണോ, അതല്ല നിങ്ങൾക്ക് 2 ലെയറിലേക്ക് മതിയെങ്കിൽ അങ്ങനെയും ചെയ്യാം. അത് ജസ്റ്റ് ഒരു 1 or 2 days അത്ര ആവശ്യമുള്ളൂ. അത് സെക്കൻഡ് സ്റ്റേജിലേക്ക് പിന്നെ എന്ത് ചെയ്യും, സിലിണ്ടർ മേക്കിംഗ് വേണ്ടിയിടാം. ഒരു 10-12 ദിവസം കൊണ്ട് എന്ത് ചെയ്യുക, നമുക്ക് ആ സിലിണ്ടർ ഇവിടെ കിട്ടും. ഇവിടെ കിട്ടിയ കഴിഞ്ഞ ഉടനെ എന്ത് ചെയ്യുക, പ്രിൻറ്റിങ്ങിലേക്ക് പോവാം. മാക്സിമം ഒരു 5 days പ്രിൻറ്റിങ് സ്റ്റേജ്. ഓക്കെ, അങ്ങനെ ചുരുക്കി പറയാൻ ഒരു 20 ദിവസം കൊണ്ട് ഇതേ രൂപത്തിൽ പൗച്ചായി നിങ്ങളെ കംപ്ലീറ്റ് എത്തും. ഇപ്പോൾ രണ്ടാമത് നിങ്ങൾ സ്റ്റോക്ക് തീർന്നു, ഓൾറെഡി നിങ്ങളുണ്ടായിരുന്ന പൗച്ചസ് കംപ്ലീറ്റ് സ്റ്റോക്ക് തീർന്നുണ്ടെങ്കിൽ നിങ്ങൾ പിന്നെ 3rd സ്റ്റേജ് മാത്രം നിങ്ങൾക്കുള്ളൂ. ഫസ്റ്റ് ഡിസൈൻ സ്റ്റേജും ഇല്ല, സിലിണ്ടർ മേക്കിങ്ങും ഇല്ല. കാരണം സിലിണ്ടർ ഓൾറെഡി നമ്മളടുത്ത് മേക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 5 ദിവസം കൊണ്ട് എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഈ പ്രൊഡക്റ്റ് പൗച്ച് രൂപത്തിൽ കിട്ടും, സെക്കൻഡ് ഓർഡർ. പിന്നെ അത് കഴിഞ്ഞ ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, 5 ദിവസം മുമ്പ് അങ്ങനെ ഓർഡർ തന്നു കഴിഞ്ഞാൽ റെഡി ആക്കി തരും. ഇനിയിപ്പോൾ ഡിസൈൻ മാറ്റുകയാണെങ്കിൽ മാത്രമേ ഉള്ളൂ നിങ്ങൾ സിലിണ്ടറും ഒക്കെ മാറ്റിയിട്ട് വരിക. അല്ലാത്തടത്തോളം കാലം നിങ്ങൾ എത്ര കാലം ഈ പ്രൊഡക്റ്റ് ചെയ്യണോ അത്രയും കാലം 5 ദിവസം കൊണ്ട് നിങ്ങൾക്ക് റീഫിൽ ചെയ്യാൻ പറ്റും. അതുപോലെ വേറെ ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് വെച്ചാൽ, ഇൻ കേസ് നിങ്ങൾ ഒരു അക്ഷരം മാറ്റണം കൂടി ഈ ഒരു മാസം നിങ്ങൾ പിടിക്കും. കാരണം വെച്ചാൽ ഒരു അക്ഷരം മാറ്റുമ്പോഴത്തേന് പിന്നെ സിലിണ്ടർ രണ്ടാമത് റീവർക്ക് ചെയ്യേണ്ടി വരും. ആ റീവർക്ക് ചെയ്ത് ഇവിടെ ഏകദേശം 15-20 ദിവസം പിടിക്കും. പിന്നെ ലാസ്റ്റ് പ്രിൻറ്റിങ്ങിലേക്ക്. അപ്പോൾ ചുരുങ്ങിയത് അങ്ങനെ എന്തെങ്കിലും എഡിറ്റിംഗ് വരികയാണെങ്കിൽ മിനിമം ഒരു മന്ത് നിങ്ങൾ പ്രീ പ്ലാൻഡ് ആയിരിക്കണം.